Welcome students, I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last session, we had discussed about the methods, graphical method for finding the solution of the LPP. LPP solution കാണാനായിട്ടുള്ള graphical method ന്റെ explanation ആണ് last session നമ്മൾ carry out ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ general solution, general ആയിട്ടൊരു feasibility നമുക്കൊരു polygon വന്നു കഴിഞ്ഞാലുള്ള കേസ് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ മൂന്ന് സ്പെഷ്യൽ കേസ് ഏതൊക്കെയായിരുന്നു? അൺബൗണ്ടഡ് സൊല്യൂഷൻ, ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ ആൻഡ് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ. ഈ മൂന്ന് സ്പെഷ്യൽ കേസ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് അനദർ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് LPP, അത് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഏതായിരുന്നു? സിംപ്ലക്സ് മെത്തേഡ്. LPP തന്നെ സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മെത്തേഡ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് സിംപ്ലക്സ് മെത്തേഡ്. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് ആ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് മെത്തേഡാണ് സിംപ്ലക്സ് മെത്തേഡ്. ആ സിംപ്ലക്സ് മെത്തേഡിനെ പറ്റി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. Therefore, what is simplex method? Simplex method is a method that is developed by G.B. Dancing in 1947. 1947 G.B. Dancing എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് ഏത്? സിംപ്ലക്സ് മെത്തേഡ്. ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് ഇസ് സിമിലർ ടു ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക് മെത്തേഡിനോട് സിമിലർ ആയിട്ടൊരു കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഗ്രാഫിക് മെത്തേഡിൽ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ നമ്മൾ എന്ത് ചെയ്തു? കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കൺസ്ട്രെയിൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ആ ലൈൻ സെഗ്മെന്റ്സ് ഉപയോഗിച്ച് നമ്മൾ എന്താ അവിടുത്തെ ഷെയ്ഡ്, ആ ലൈൻ സെഗ്മെന്റ്സും ആ കൺസ്ട്രെയിൻസും ഉപയോഗിച്ച് നമ്മൾ ഷെയ്ഡഡ് റീജിയൻ ഐഡന്റിഫൈ ചെയ്യും. ആ ഷെയ്ഡഡ് റീജിയന്റെ ഓരോ ഷെയ്ഡ് റീജിയനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമൺ ഷെയ്ഡഡ് റീജിയൻ ഐഡന്റിഫൈ അതിനെ ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ട് എടുത്തിട്ട് അവിടെ എന്ത് കണ്ടുപിടിച്ചു? എക്സ്ട്രീം പോയിന്റ്സ് കണ്ടുപിടിച്ചു. ആ ഓരോ എക്സ്ട്രീം പോയിന്റ്സ് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടുത്തെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്ട്രീം പോയിന്റ് അഥവാ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീസിബിൾ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്തു? ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് എക്സ്ട്രീം പോയിന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഇവിടെ എപ്പോഴാണ് നമ്മൾ ഗ്രാഫിക്കൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഗ്രാഫിക്കൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും ഡിസിഷൻ വേരിയബിൾസിന്റെ എണ്ണം 2 ആകുമ്പോഴായിരുന്നു. എപ്പോഴും ഡിസിഷൻ വേരിയബിൾസിന്റെ എണ്ണം 2 ആകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫുകൾ ഉപയോഗിച്ച് 2 ആക്സുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാം. ഡിസിഷൻ വേരിയബിൾസിന്റെ നമ്പർ 2 ആകുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 ആക്സ് ഏതർ XY ആക്സോ അല്ലെങ്കിൽ X1 X2 ആക്സോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് കൺസ്ട്രക്ട് നമ്മുടെ പേപ്പറിനകത്ത് അല്ലെങ്കിൽ പ്ലെയിനകത്ത് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമായിരുന്നു. അങ്ങനെ നമുക്ക് രണ്ട് ഡിസിഷൻ വേരിയബിൾസ് മാത്രമാകുമ്പോൾ നമുക്ക് എന്ത് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ 2ൽ കൂടുതൽ ഡിസിഷൻ വേരിയബിൾസിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് എന്തായിട്ട് വരുന്നു? അവിടെ ലിമിറ്റേഷൻ ആയിട്ട് ഫോം ചെയ്യുന്നു. അതായത് ഗ്രാഫിക്കൽ മെത്തേഡിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് എന്ത്? 2ൽ കൂടുതൽ ഡിസിഷൻ വേരിയബിൾസ് എവിടെ വരുമ്പോൾ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് നമുക്ക് എവോൾവ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഡിസിഷൻ വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്രാഫ്, അതായത് മൾട്ടി ഡയമെൻഷണൽ ഗ്രാഫ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എന്ത് പറ്റില്ല? നമ്മുടെ പ്ലെയിനിൽ നമുക്ക് സാധിക്കില്ല. അപ്പോഴാണ് എന്തിന്റെ ഉപയോഗം വരുന്നത്? സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്ന ഈ മെത്തേഡിന്റെ യൂസ് നമുക്ക് വരുന്നത്. സോ സിംപ്ലക്സ് മെത്തേഡിന്റെ കോൺസെപ്റ്റ് ശരിക്കും എന്ത് തന്നെയാണ്? ഗ്രാഫിക്കൽ മെത്തേഡിന്റെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഗ്രാഫ് ഉപയോഗിച്ച് 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്തു? ഗ്രാഫുകളെ കൺസ്ട്രക്ട് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഗ്രാഫ് ഉപയോഗിക്കാതെ തന്നെ ഒരു മൾട്ടി ഡയമെൻഷണൽ ഫോം ചെയ്യുന്ന ഒരു ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്ട്രീം പോയിന്റ്സ് കണ്ടുപിടിക്കുക. ആ എക്സ്ട്രീം പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ അതിൽ നിന്ന് ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്ട്രീം പോയിന്റ്സിനെ കണ്ടെത്തുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. That is, the concept is similar to that of the graphical method. Here, we may not be able to graph the feasibility. നമ്മുടെ feasibility നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്രാഫ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. But the optimal solution will still lie in an extreme point of the multi-dimensional figure that represents the feasible region. ഇവിടുത്തെ feasible region പ്രത്യേകത എന്താ? ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ദ feasible region ഒരു പ്ലെയിനിലായിരുന്നു എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? പെട്ടെന്ന് തന്നെ അതിനെ ഷെയ്ഡ് റീജിയന്റെ കോമൺ ആയിട്ട് നമുക്ക് എടുത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ആയിട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മൾട്ടി ഡയമെൻഷണൽ ഫിഗർ. ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ റെപ്രസെന്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ ഫിഗർ. 2ൽ കൂടുതൽ ഡയമെൻഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫിഗറാണ് എന്ത്? ഇവിടുത്തെ ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൾട്ടി ഡയമെൻഷണൽ ഫിഗറിന്റെ എക്സ്ട്രീം പോയിന്റ്സ് ആയിട്ടാണ് എന്ത് ലൈ ചെയ്യുന്നത്? എക്സ്ട്രീം പോയിന്റ്സിലാണ് എന്ത് ലൈ ചെയ്യുന്നത്? ഒപ്റ്റിമൽ സൊല്യൂഷൻ ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്ട്രീം പോയിന്റ്സ് ഏതൊക്കെയാണ്? ഈ മൾട്ടി ഡയമെൻഷണൽ ഫിഗറിന്റെ എക്സ്ട്രീം പോയിന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ എക്സ്ട്രീം പോയിന്റ്സ് എവിടെ അപ്ലൈ ചെയ്യുന്നു? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് അപ്ലൈ ചെയ്ത് ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാണ് നമ്മളോട് ചെയ്യുന്നത്.
സിംപ്ലക്സ് മെത്തേഡിനകത്ത് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹിയർ വി മേ നോട്ട് ബി ഏബിൾ ടു ഗ്രാഫ് ദ ഫീസിബിൾ റീജിയൻ ബട്ട് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ വിൽ സ്റ്റിൽ ലൈ ഇൻ ദ എക്സ്ട്രീം പോയിന്റ് ഓഫ് ദ മൾട്ടി ഡയമെൻഷണൽ ഫിഗർ ദാറ്റ് റെപ്രസെന്റ്സ് ദ ഫീസിബിൾ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫീസിബിൾ റീജിയനകത്ത് മൾട്ടി ഡയമെൻഷണൽ ഫിഗറിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഫീസിബിൾ റീജിയന്റെ എക്സ്ട്രീം പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ത് മെത്തേഡ് ഉപയോഗിച്ച്? സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഒപ്റ്റിമൈസേഷൻ വാല്യൂ കണ്ടുപിടിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. And the last point, that is simplex method is an iterative procedure. Iterative means step by step ആയിട്ടുള്ള ഒന്നിന് പുറകെ അടുത്തടുത്ത സ്റ്റെപ്പുകളായിട്ട്. ഇവിടെ ഗ്രാഫിക്കൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരുന്നു? ഒറ്റ ഗ്രാഫിനകത്ത് എല്ലാം എന്ത് ചെയ്യുമായിരുന്നു? കൺസ്ട്രക്ഷൻ നടത്തുമായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ സിംപ്ലക്സ് മെത്തേഡ് ഇസ് an iterative process in which we proceed from initial basic feasible solution to another basic feasible solution. ഇവിടെ നമ്മൾ ഇനീഷ്യൽ ആയിട്ടൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും. ആ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനകത്ത് എന്ത് മെത്തേഡ്? സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേറൊരു അനദർ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടും. അങ്ങനെ ഈ ഐട്രേറ്റീവ് മെത്തേഡ്, സിംപ്ലക്സ് മെത്തേഡ്, ഐട്രേഷൻ പ്രോസസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് സ്റ്റെപ്പ് ബൈ പ്രൊസീജിയർ ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ആൻഡ് ഫൈനലി വി ഒബ്റ്റെയിൻ, ഫൈനലി to the optimal basic feasible solution. Finally we obtain the ഒപ്റ്റിമൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള എന്ത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടും. അതായത് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് ആദ്യം ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനിൽ തുടങ്ങും, അവിടെ നിന്ന് മറ്റൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനിലേക്ക് എത്തും, അത് വീണ്ടും ഐട്രേഷൻ പ്രൊസീജിയർ ഉപയോഗിച്ച് വീണ്ടും ചെയ്ത് അവസാനം എടുത്തും ദ ഒപ്റ്റിമൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എത്തും. ഇൻ സച്ച് എ വേ ദാറ്റ് ദ വാല്യൂസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഈസ് ബെറ്റർ ദാൻ ദ പ്രിസീഡിങ് സ്റ്റെപ്പ്. ആ ഓരോ ബേസിക് ഫീസിബിൾ സൊല്യൂഷനും പ്രത്യേകത എന്തായിരിക്കും? ആ ഓരോ ബേസിക് ഫീസിബിൾ സൊല്യൂഷനും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്ന രീതിയിലുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും, ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വാല്യൂ ഓഫ് ദിസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അറ്റ് ഈച്ച് സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന ബേസിക് ഫീസിബിൾ സൊല്യൂഷന്റെ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ഈച്ച് സ്റ്റെപ്പ് ദ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിൽ ബി better than that of the preceding step. ഓരോ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച സൊല്യൂഷനെക്കാട്ടിൽ എന്തായിരിക്കും? ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ എന്താണ് സിംപ്ലക്സ് മെത്തേഡ് ഒരു ഐട്രേറ്റീവ് പ്രോസസ്സാണ്. ഈ ഐട്രേറ്റീവ് പ്രൊസീജിയർ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും, അതിനുശേഷം വേറെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ പ്രൊസീജിയർ ഉപയോഗിച്ച് നമ്മൾ എവിടെ ചെല്ലും? ഒപ്റ്റിമൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എപ്പോഴാണ് കിട്ടുന്നത് അവിടെ വരെ നമ്മൾ എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഫോർ ദിസ് റീസൺ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻ ഐട്രേറ്റീവ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ഐട്രേഷൻ പ്രൊസീജിയറിലൂടെയാണ് ഈ മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സിംപ്ലക്സ് മെത്തേഡ് ക്യാൻ ബി ഓൾസോ കോൾഡ് ആസ് ഐറ്ററേറ്റീവ് മെത്തേഡ്. സോ എന്താണ് സിംപ്ലക്സ് മെത്തേഡ്, എന്താണ് ഗ്രാഫിക്കൽ മെത്തേഡ്? ആ ഗ്രാഫിക്കൽ മെത്തേഡിന്റെ ലിമിറ്റേഷൻ എന്ത് വന്നതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ സിംപ്ലക്സ് മെത്തേഡിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൂടാണ് ഞാൻ ഈ സെഷനകത്ത് പറയാൻ ആഗ്രഹിച്ചത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. താങ്ക് യു.